ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഞാൻ ഷോർട്സിലേക്ക് എടുത്ത വീഡിയോ ആണ്. പതിവ് പോലെ ഞാൻ ലോങ് വീഡിയോയിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നവംബർ 2 നമ്മുടെ ആത്മാക്കളുടെ ദിവസമാണ്. അപ്പോൾ നമ്മുടെ കുഴിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ കുഴിയും ഇപ്രാവശ്യം എല്ലായ്പ്പോഴും കണക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പൂക്കളും വെറൈറ്റി ആയിട്ടൊക്കെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാനും, അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവുകയെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഡെസ്പായി നിൽക്കുന്ന സമയങ്ങളാണ്. അതൊക്കെ എന്താണെന്ന് വഴിയേ വീഡിയോക്കകത്ത് ഞാൻ പറ്റുകയെന്നാണെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനായിട്ട് ഡാവിക്കുട്ടൻ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി രാവിലെ തന്നെ, ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് ഈ ദിവസം ഇങ്ങനെ സൺഡേയും വന്നിട്ടു കേട്ടോ. അപ്പോൾ ചേട്ടായി അപ്പാപ്പനും അമ്മമ്മയായിട്ട് വീട്ടിൽ പോയി അവിടുന്ന് രാവിലെ നമ്മുടെ കൊച്ചുപള്ളിയിൽ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മുടെ ചെറക്കേപ്പള്ളിയാണേ. ചെറക്കേപ്പള്ളിയിൽ വന്ന് നമ്മുടെ ഡാവിക്കുട്ടനെ ഓടി നടത്താണ് കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ടുവന്ന് ഞങ്ങൾ രൂപമൊക്കെ മുത്തി അവിടെ നിന്ന്. അപ്പോൾ കുഴിയിൽ വെഞ്ചരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 9 മണിക്കത്തെ കുർബാനയ്ക്കാണ് കേട്ടോ. 2 കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ 9 മണിക്കത്തെ കുർബാനയാണ് നമ്മൾ കൂടാൻ വന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ചെറക്കേപ്പള്ളിയിലെ സെമിട്രി. അപ്പോൾ നമുക്ക് ഒത്തിരി വ്യത്യാസങ്ങളും, പള്ളിയൊക്കെ പുതിയത് വരാൻ പോകുന്നതിൻ്റെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബും നല്ലൊരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ, അതും കൂടി പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ മാറിയിരിക്കാൻ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ടയേർഡായി കേട്ടോ. എനിക്കാണെന്നാണെങ്കിൽ നിൽക്കാനും വെയിലത്തെ ആയതുകൊണ്ട് ഫുഡും കഴിച്ചിട്ടുണ്ടായില്ല. നിൽക്കാനും ഡാവിക്കുട്ടൻ്റെ ഇങ്ങനെ പുറകെ ഓട്ടമായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും അപ്പനും മോനും അവൻ ഓടുമ്പോൾ ഡാഡി ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് കേട്ടോ കണ്ടത്. ഇപ്പോൾ എടുത്ത് പിടിച്ചേക്കാണ്, അല്ലെങ്കിൽ ഓടി 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 നടക്കലാണ് പരിപാടി. അങ്ങനെ നമ്മുടെ ഡാവിക്കുട്ടനായിട്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം, അപ്പോൾ പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ കുർബാനയിൽ വേറെന്തോ അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഡാവിക്കുട്ടൻ ഇങ്ങനെ ഓടി നടക്കുന്ന കാരണം നമുക്ക് അവനായിട്ട് ഇങ്ങനെ നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിതേ നല്ല വൈബായിരുന്നു കേട്ടോ. കണ്ടോ, വെയിലും കൂടി ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങനെ മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്ത് കണക്ക് നമുക്ക് പാർക്ക് കണക്കൊക്കെ പിള്ളേർക്കൊക്കെ അങ്ങ് ഓടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നടക്കുന്നതാണ്. അങ്ങനെ അച്ഛൻ വെഞ്ചരിക്കാൻ അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഇത് കാറ്റ് കാരണം ഇവിടെ മെഴുകുതിരിയൊക്കെ അമ്മച്ചിയൊക്കെ എടുത്ത് വെച്ചേച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് കത്തിച്ചിട്ടും കാറ്റ് കാരണം അണഞ്ഞ് പോകുമ്പോൾ അച്ഛൻ വരുന്ന വശത്തോട്ടനുസരിച്ച് ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു റൗണ്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കാറ്റടിക്കുമ്പോൾ അണഞ്ഞു പോകുമല്ലോ സ്വാഭാവികം. അതേപോലെ ഡാഡി നിന്ന് കത്തിക്കുക, ജോയും അവിടെ നിന്ന് കത്തിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അച്ഛൻ അവിടെ വെഞ്ചരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ 2 അച്ഛന്മാർ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാവിക്കുട്ടൻ ഞങ്ങൾ കത്തിക്കുന്ന കണ്ടിട്ട് കത്തിച്ചിട്ട് ആ സാധനം വെച്ചിട്ട് കൈ പൊള്ളി കേട്ടോ. അപ്പോൾ അതാണ് മാറുന്നത്. അപ്പോൾ ഇവിടുന്ന് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കുഴിക്കാൻ നിന്നിട്ട് വെയിൽ കാരണം നമ്മുടെ കുടയില്ല. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെറക്കേപ്പള്ളിയുടെ ഓൾട്ടർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആൾത്താര. അപ്പോൾ എൻ്റെ മിക്ക വീഡിയോയിലും, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെറക്കേപ്പള്ളിയുടെ വശം. അപ്പോൾ അകത്തെ വശം. അപ്പം ഞങ്ങൾ ചെരുപ്പൂരി ഞാനപ്പോൾ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. കാരണം പള്ളിയിലോട്ട് കയറിയിട്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ. പുറത്ത് നിന്നിട്ട് അമ്മാതിരി ചൂടായിരുന്നു. അപ്പോൾ ഞാൻ ഡാഡി അടുത്ത് പറയുമായിരുന്നു, അപ്പോൾ പള്ളിയുടെ അടുത്ത് നിന്നിട്ട് അച്ഛൻ വരുന്നത് നോക്കിയിട്ട് കുഴിക്കയിലോട്ട് പോകാം, അല്ലെങ്കിൽ അത്രയും നേരം ഈ മുട്ടയിൽ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ മുട്ടത്തലയിൽ വെയിലടിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞിന് നിൽക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ വരുന്നതിൻ്റെയൊക്കെ ഓരോ ആളുകൾ കുഴിയിലോട്ടൊക്കെ ഓടുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഡാവിക്കുട്ടൻ ഇരുന്നിടത്ത് ഇരിക്കത്തില്ല കേട്ടോ, അവനിങ്ങനെ നടത്തമാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നില്ല. അപ്പോൾ അതൊക്കെ അപ്പം ഞാനിത് 2 ദിവസമായിട്ട് എടുത്ത് വെച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഒപ്പീസ് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചതും ആരും പോലും ഇല്ലാത്തവർക്കൊക്കെ ചെല്ലാൻ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ പാർക്ക് ഇരിക്കുന്നത് ഇജോ അമ്മച്ചി, ഞങ്ങൾ ബൈക്കിലാണേ വന്നത്. അപ്പം അമ്മച്ചി ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അമ്മച്ചിനെ കൊണ്ടാക്കാൻ വേണ്ടി ഇജോ പോയപ്പോഴേക്കും ഞാൻ അവിടെ നിന്നാണ് തിരിച്ച് ഞങ്ങൾ ഇജോയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ലേറ്റായി കേട്ടോ. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിശന്നിട്ട് പാടില്ല, ഇനി പോയിട്ട് കുറേ നേരമാകും. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കോഫി ഹൗസിൽ കയറിയിട്ട്, അപ്പോൾ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും, കോഫി ഹൗസിൽ കയറി ഞാൻ ഒരു ഭൂരി മസാലയും ഡാഡി മസാല ദോശയും കഴിക്കുന്നതാണേ. ഡാവിക്കുട്ടൻ ഡാഡിയെ പിച്ച് കൊടുത്തിട്ട് ദോശ കഴിച്ചില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഭൂരി അവൻ കഴിച്ചായിരുന്നു. ഒരു പകുതിയോളം ഭൂരിയുടെ പകുതി അവൻ ഇങ്ങനെ ഇച്ചിരി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാ തുറന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഡാവിക്കുട്ടനും വെച്ച് കൊടുത്തു.
അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പള്ളിയിൽ പോയി. കുറേ നാളായി കേട്ടോ. മുമ്പ് പള്ളിയിൽ പോയിട്ട് നമ്മൾ നേരത്തെ വരുന്ന വഴിയേ നമ്മളിങ്ങനെ കോഫി ഹൗസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കടയിലൊക്കെ കയറും കേട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ പുറത്തുനിന്ന് ആക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങ് നേരത്തെ അങ്ങ് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല. ഇപ്പോൾ ഇന്ന് കയറാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അത് കാരണം ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഇത്രയും ഗ്യാസ് കയറി ടയർഡായിട്ടിരിക്കുന്നിടത്ത് ഉണ്ടാക്കണ്ടേന്ന് ഓർത്തിട്ടാണ് കോഫി ഹൗസിൽ 2 കോഫിയും പറഞ്ഞു ഞങ്ങൾ കുടിച്ചിട്ട്. നമ്മുടെ ചേട്ടായി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് ഞങ്ങൾ പാർസൽ വടയും വാങ്ങിച്ചിട്ട് ഇറങ്ങുന്നതാണേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാൻ ലോങ് വീഡിയോയിലേക്ക് ആക്കിയതാണേ. അപ്പോൾ ഷോർട്സിലേക്ക് എടുത്തതാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരിടം വരെ ഇറങ്ങുകയല്ലേ, അപ്പോൾ അത് ലോങ്ങിലേക്ക് ആക്കാമെന്ന് ഓർത്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇന്നത്തെ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് പതിവ് പോലെ നമ്മുടെ തോപ്പുംപടിക്ക് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞിപ്പെണ്ണും മാമിയും വന്നു. അപ്പോൾ നമ്മളിതേ എല്ലാവരും കൂടി കള്ളനും പോലീസൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. രസമായിരുന്നു കേട്ടോ ഈ കള്ളനും പോലീസൊക്കെ കളി. പിള്ളേരെ അധികം നേരം അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനെയും ചേട്ടായിനെയും ഒരു കളിയിൽ എൻഗേജ്ഡ് ആക്കുക. അതേപോലെ അവൻ ഫോണിലിരിക്കില്ല കേട്ടോ ജോക്കുട്ടൻ ചേട്ടായി. അപ്പോൾ ഡാഡി പറഞ്ഞു കുഞ്ഞിപ്പെണ്ണൊക്കെ ഉള്ളതല്ലേ നമുക്ക് എല്ലാവരുമായിട്ട് ഇടാന്ന്. അമ്മയായിരുന്നു കേട്ടോ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ. അമ്മയ്ക്ക് രസം കൂടിയിട്ട് വയ്യായിരുന്നു. കാരണം അമ്മയ്ക്ക് എപ്പോഴും രാജാവോ രാജ്ഞിയോ അല്ലെങ്കിൽ കിട്ടില്ല. ചേട്ടായി കളിച്ച അവസാനം കള്ളക്കളിയൊക്കെ കളിച്ചു. ഞങ്ങളെല്ലാവരും കൂടി കളിച്ചപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കളിച്ച് നോക്കണം. ഡാഡി കള്ളനായിട്ട് കള്ളനെ പിടിച്ചതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണേ. അങ്ങനത്തെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളിയും കാര്യങ്ങളും ചായ കുടിയും അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും നടന്നു കേട്ടോ. അങ്ങനെ 10 കളിയൊക്കെ കളിച്ച് ഞങ്ങൾ അവസാനം നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ജയിച്ചു. ചേട്ടായി സെക്കൻഡ്, മമ്മി തേർഡ്, അവസാനം ഡാഡിയാണേ. വൈകുന്നേരം അപ്പോൾ അപ്പാപ്പൻ കടയിൽ കൊണ്ടുപോയി മിഠായി എന്തോ സാധനം വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ കിൻഡർ ജോയ് വാങ്ങിച്ചു. അപ്പാപ്പൻ പറയാം പറ്റിക്കപ്പെട്ടു, ഒരു സാധനവും ഇല്ല, ഇത് എന്ത് മിഠായിയാണെന്നും പറഞ്ഞ്. ജോക്കുട്ട ചേട്ടായിക്ക് ഒരു ടോയ്സ് പോലും കിട്ടാണ്ട് ചേട്ടായി വിഷമിച്ചിരിക്കുകയാണ്. 50 രൂപ പോയി എന്നുള്ള വിഷമത്തിൽ അപ്പാപ്പനും കേട്ടോ. എന്തെങ്കിലും കിട്ടിയില്ലല്ലോ. രാത്രിയായപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ചൂട് ദോശയും സാമ്പാറും കഴിക്കട്ടെ. ടാറ്റാ ബൈ ബൈ, താങ്ക് യു.